ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ പഴമൊക്കെ ഉള്ള സമയത്ത് എല്ലാ പഴം കൂടി ഒരുമിച്ചിട്ട് പഴുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ ഞെട്ടുള്ള ഭാഗം ഇതുപോലെ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ പഴങ്ങളൊന്നും അധികം പഴുത്തു പോവില്ല. എന്നിട്ട് നമ്മൾ പുറത്തൊരിക്കണ പഴങ്ങൾ കഴിയുന്നതനുസരിച്ചിട്ട് ഈ പഴങ്ങൾ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ദിവസം മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ള വസ്ത്രങ്ങളിലൊക്കെ കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കളയാനായിട്ടുള്ള എളുപ്പത്തിൽ കളയാനായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇത് പേന കൊണ്ടുള്ള കറ ആയിക്കോട്ടെ, എന്ത് കറയായാലും നമുക്ക് എളുപ്പത്തിൽ തന്നെ കളയാം. അപ്പോൾ ഞാനിത് ഒരു വെള്ള തുണിയോടെ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ പേന കൊണ്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് സ്പ്രേ ആണ്. അപ്പോൾ ഞാനിവിടെ റോയൽ മിറേജിൻ്റെ സ്പ്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് സ്പ്രേ ആണെങ്കിലും ഇതുപോലെ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇത് ഞാൻ ആ പേന കൊണ്ട് വരച്ച ഭാഗത്തേക്ക് ഒന്ന് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സ്പ്രേ അടിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ മഷിയൊക്കെ ഇളകിയിട്ട് അവിടെ അങ്ങനെ പരന്നിട്ടുണ്ട്. ഇനി ഇതാ സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ പേന കൊണ്ട് വരച്ചതൊക്കെ പെട്ടെന്ന് തന്നെ മാഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ വൈറ്റ് യൂണിഫോമിലൊക്കെ ഇതുപോലെ പേനയുടെ മഷിയായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തത് ഞാനൊരു പെൻസിൽ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെൻസിലിൻ്റെ പാട് പോവില്ലെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പെൻസിൽ വെച്ചിട്ട് വരച്ചതിൻ്റെ പാടും പെട്ടെന്ന് ആ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു പാട് പോലും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രയോൺ വെച്ചിട്ടൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു ചെറിയൊരു കഷ്ണം ക്രയോൺ എടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാട് എങ്ങനെ പോകുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ അതാ ഞാൻ ക്രയോൺ വെച്ചിട്ട് വരച്ചതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ക്രയോൺ വെച്ച് വരച്ചത് ആ മഷിയൊക്കെ ഒന്ന് ഇളകിയിട്ട് അതാകെ ഒന്ന് പരന്നിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് പോയിട്ടില്ല, ആ ഒരു കളർ അവിടെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ആ ഭാഗം. ഇപ്പോഴിതാ അത് പോയിട്ടൊന്നുമില്ല, ആ കളറ് അവിടെ തന്നെ ഉണ്ട്. ഇനി എടുത്തിട്ടുള്ളത് കോൾഗേറ്റ് ആണ്. അപ്പോൾ കോൾഗേറ്റ് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പഴയൊരു ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു കറയും പൂർണ്ണമായിട്ടും മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്രയോൺ വെച്ച് വരച്ചതും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ വെള്ള തുണിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയിൽ ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആക്കിയിട്ട് ഞാനിതൊന്ന് ഈ തുണിയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കെങ്ങനെ പോവില്ലെന്ന് നോക്കാം. അപ്പോൾ തുണികളിലൊക്കെ ഇതുപോലത്തെ കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിതാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്പ്രേ ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ മഞ്ഞ കളർ അതേപോലെ തന്നെ അവിടെയുണ്ട്. ഇനി അതിൽ നമുക്ക് സ്പ്രേ ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ സ്പ്രേ ഒന്ന് അടിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആ മഞ്ഞ കളർ ആകെ പരന്നിട്ട് ആയിട്ടുണ്ട്, അത് പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. ഇപ്പോഴും ഇതാ മഞ്ഞ കളർ പോവാതെ തന്നെ നിൽക്കുന്നുണ്ട്.
ഇനി നേരത്തെ പോലെ കോൾഗേറ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പേസ്റ്റ് വെച്ചിട്ട് തേച്ചിട്ടും ആ മഞ്ഞൾപ്പൊടിയുടെ കറ പോയിട്ടില്ല, കുറച്ച് കളർ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് എങ്ങനെ പോകാൻ നോക്കാം. കുറച്ചുകൂടെ പേസ്റ്റ് തേച്ചിട്ട് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് നോക്കണുണ്ട്. പക്ഷേ എന്നിട്ടും ആ മഞ്ഞൾപ്പൊടിയുടെ കറ ഒന്നും പോയിട്ടില്ല. അത് ചെറിയൊരു പാടായിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും പേസ്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടും മഞ്ഞൾപ്പൊടിയുടെ കറ പോയിട്ടില്ല. പിന്നെ ഇതെന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്ലോറക്സ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ കറയുള്ള ഭാഗത്ത് ഞാനൊരു ലേശം ക്ലോറക്സ്, ഒരു 2 തുള്ളിയോളം ക്ലോറക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ കറയുള്ള ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് നിർത്തിയിട്ടിട്ട് അവിടെ ഒരു 2 തുള്ളിയോളം ക്ലോറക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് അങ്ങനെ ഒന്ന് വെച്ചിട്ട് ആ ഭാഗത്ത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ കറ പൂർണ്ണമായിട്ടും പോയി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാട് പോലും ഇല്ലാണ്ട് പൂർണ്ണമായിട്ടും ആ മഞ്ഞൾപ്പൊടിയുടെ കറ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് അച്ചാറിൻ്റെ ഒക്കെ കറായിട്ടുണ്ടെങ്കിൽ പോവില്ലെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വല്ല ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഡ്രസ്സിൽ അച്ചാറൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതുപോലെ അച്ചാറായിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഫസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ആ വെള്ളം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്പ്രേ അടിച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് ഒരുതി കൊടുക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ അച്ചാറിൻ്റെ കറ പോയിട്ടില്ല. അതവിടെ തന്നെ അതേപോലെ തന്നെ ചെറുതായിട്ട് ഒരു പാടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരുതി കൊടുക്കണം. അപ്പോൾ നല്ല അച്ചാറിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കടുത്ത കറ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം സമയം ഇതുപോലെ ഒന്ന് ഒരുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അച്ചാറിൻ്റെ കറിയും പൂർണ്ണമായിട്ടും മാറി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാട് പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക.